Hi friends. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്ത കാര്യം എന്താണ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് ഇൻപുട്ട് ഫംഗ്ഷൻ, നമ്മൾ എന്തിനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുക, അതിൻ്റെ സിൻടാക്സും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന കാര്യം എന്താണ് ഇൻപുട്ട് ഫംഗ്ഷൻ എന്നാണ്. ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി ഒരു പ്രോഗ്രാമിൽ ഒരു യൂസറെ കയ്യിൽ നിന്ന് എന്ത് റീഡ് ചെയ്യണം, നമ്മൾ വാല്യൂസ് റീഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം num1 ഈസ് ഈക്വൽ ടു 10 കൊടുക്കാറുണ്ട്. അതിൽ num1 ഒരു വേരിയബിളിൻ്റെ പേരാണ്, അതിന് കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ 10 പാസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, യൂസറെ കയ്യിൽ നിന്നും എന്ത് റീഡ് ചെയ്യണം, നമ്മൾ വാല്യൂസ് റീഡ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ നമ്പർ 1 ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ യൂസറെ കയ്യിൽ നിന്നും റീഡ് ചെയ്യണം. അല്ലെങ്കിൽ എൻ്റെ യുവർ നെയിം, നമുക്ക് എന്ത് ചെയ്യണം, ഒരു നെയിം എവിടുന്ന് റീഡ് ചെയ്യണം, യൂസറെ കയ്യിൽ നിന്ന് റീഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. ഇനി നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ കൺസോളിൽ നിന്നും എന്ത് റീഡ് ചെയ്യണം, ഒരു മെസ്സേജ് നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി എന്ത് യൂസ് ചെയ്യണം, ഇൻപുട്ട് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്കറിയാം, ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഓരോ ഡിഫറെൻറ്റ് ഇൻപുട്ട് ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ സി പ്രോഗ്രാം യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഫംഗ്ഷൻ scanf നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ C++ലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, അവിടെ cin എന്ന് പറയുന്നൊരു ഇൻപുട്ട് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പൈത്തണിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഫംഗ്ഷനാണ് ഇൻപുട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അത് വെച്ചുകൊണ്ട് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോവാം, നമ്മൾ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ, അതിൻ്റെ സിൻടാക്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് ഇൻപുട്ട് ഫംഗ്ഷൻ. അപ്പോൾ നോർമലി ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കൺസോളിൽ നിന്ന് ഒരു മെസ്സേജ് റീഡ് ചെയ്യണം. ഔട്ട്പുട്ട് എന്ന് പറയുകയാണെങ്കിൽ കൺസോളിൽ ഒരു മെസ്സേജ് ഡിസ്പ്ലേ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാനായിരുന്നു. ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കൺസോളിൽ നിന്ന് ഒരു മെസ്സേജ് റീഡ് ചെയ്തെടുക്കണം. സപ്പോസ് നെയിം ഈക്വൽ ടു വിനയ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. പക്ഷെ എനിക്ക് അങ്ങനെയല്ല വേണ്ടത്, വാട്ട് ഈസ് യുവർ നെയിം എന്ന് കൺസോളിൽ നിന്ന് ചോദിക്കണം. അപ്പം എനിക്ക് കൺസോളിൽ എന്ത് വാല്യൂ പാസ് ചെയ്യണം, നെയിം എന്ന് പറയുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ വിനയ് എന്ന് പറയുന്ന ഒരു വാല്യൂ എനിക്കവിടെ പാസ് ചെയ്യണം. കൺസോളിൽ നിന്ന് ഒരു മെസ്സേജ് റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. അപ്പോൾ സപ്പോസ് നമ്മൾ നമ്പർ 1 ഈക്വൽ ടു 10 കൊടുക്കാറുണ്ട്. എന്ത് പാസ് ചെയ്യാറുണ്ട്, നമ്പർ 1 ഈക്വൽ ടു 10 കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആ നമ്പർ 1 വേരിയബിൾ നെയിം ആണ് നമ്മൾ 10 പ്രോഗ്രാമിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്ത് കൊടുത്തു. പക്ഷേ നമുക്ക് എന്ത് ചോദിക്കണം, കൺസോളിൽ എൻ്റെ യുവർ ഫസ്റ്റ് നമ്പർ. അപ്പം നമ്മൾ കൺസോളിലാണ് എന്ത് കൊടുക്കേണ്ടത്, 10 പാസ് ചെയ്യണം. അപ്പം കൺസോളിൽ നിന്ന് ഏതെങ്കിലും ഒരു എലമെന്റ് റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. അപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഓരോ ഇൻപുട്ട് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം സിയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ സിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഫംഗ്ഷനാണ് scanf. അതുപോലെ cin ആണ് നമ്മൾ C++ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ പൈത്തണിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. കേട്ടോ, ഇൻപുട്ട്. അപ്പോൾ പൈത്തണിൽ നമ്മൾ ഔട്ട്പുട്ട് ഫംഗ്ഷൻ പ്രിന്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഫംഗ്ഷനാണ് ഇത്, ഇൻപുട്ട്. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ സിൻടാക്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നമ്പർ 1 10 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്യണം. പക്ഷെ അതെനിക്ക് എവിടുന്ന് റീഡ് ചെയ്യേണ്ടത്, കൺസോളിൽ നിന്ന് വേണം എനിക്ക് എന്ത് ചെയ്യാൻ, റീഡ് ചെയ്യാം. അപ്പം എങ്ങനെ ചെയ്യും സിൻടാക്സ്, ഒരു വേരിയബിൾ നെയിം നമ്പർ 1 പാസ് ചെയ്തു. എന്നിട്ട് നമ്മളെ ഇൻപുട്ട് ഫംഗ്ഷൻ നിങ്ങൾ ഇൻപുട്ട് യൂസ് ചെയ്യാം, ഇൻപുട്ട് ഓഫ്. എന്നിട്ട് ഡബിൾ കോട്ടിൽ കൊടുക്കുക എന്താണ് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട മെസ്സേജ്. എന്ത് കൊടുത്തു, എൻ്റെ യുവർ ഫസ്റ്റ് നമ്പർ. നോക്കൂ, എൻ്റെ യുവർ ഫസ്റ്റ് നമ്പർ, അത് ഡബിൾ കോട്ടിൽ പാസ് ചെയ്തു. ഇനി എന്ത് പ്രിന്റ് ചെയ്യണം, എനിക്ക് നമ്പറും പ്രിന്റ് ചെയ്യണം. പഠിച്ചു വേരിയബിൾ നെയിം ആണെങ്കിൽ പ്രിന്റ് ഓഫ് നമ്പർ 1 പാസ് ചെയ്യാം.
ഞാൻ ഇത് റൺ ചെയ്തു. നോക്കിയൊക്കെ റൺ ചെയ്യുമ്പോൾ കണ്ടോ ചോദിക്കും എന്നോട് എൻ്റെ യുവർ ഫസ്റ്റ് നമ്പർ. ഞാൻ ഈ കൺസോളിലാണ് എന്ത് പാസ് ചെയ്യുന്നത്? 10 പാസ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റർ കൊടുത്തു. പ്രിൻ്റ് ആവുന്നുണ്ടോ? ആ നമ്പർ 1 അവിടെ പ്രിൻ്റ് ചെയ്തു വരും. അപ്പോൾ കൺസോളിൽ നിന്ന് ഒരു മെസ്സേജ് റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഏത് ഫംഗ്ഷൻ? ഇൻപുട്ട് ഫംഗ്ഷൻ. അപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ എന്ത് റീഡ് ചെയ്യുകയാണ്? എനിക്കൊരു നമ്പർ 2 റീഡ് ചെയ്യണം. ഞാൻ നമ്പർ 2 ഈക്വൽ ടു കൺസോളിൽ നിന്നാണ് റീഡ് ചെയ്യേണ്ടത്. അപ്പം എന്ത് യൂസ് ചെയ്യുക? ഇൻപുട്ട് ഓഫ് നമ്മൾ ഡബിൾ കോട്ട് എന്ത് പാസ് ചെയ്തു? എൻ്റെ യുവർ സെക്കൻഡ് നമ്പർ. എനിക്കതും പ്രിന്റ് ചെയ്യണം. ഞാൻ എന്ത് കൊടുത്തു ഇവിടെ? പ്രിന്റ് ഓഫ് നമ്പർ 2 എന്ന് കൊടുത്തു. പ്രിന്റ് ഓഫ് വേരിയബിൾ നെയിം num2 എന്ന് പാസ് ചെയ്തു. റൺ ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ ഡിഫറൻസ്. ആദ്യം ഫസ്റ്റ് നമ്പർ ചോദിക്കും, ഞാൻ 10 എന്ന് ചോദിക്കും. പിന്നെ എൻ്റെ യുവർ സെക്കൻഡ് നമ്പർ എന്നാണ്, ഞാൻ 20 എന്ന് കൊടുത്തു. എനിക്ക് എന്താ ഔട്ട്പുട്ട് വന്നത്? അവിടെ 10ഉം പ്രിന്റ് ചെയ്ത് വന്നു, അതുപോലെ 20ഉം എനിക്ക് അവിടെ പ്രിന്റ് ചെയ്ത് വന്നു. അപ്പം നിങ്ങൾക്ക് കൺസോളിൽ നിന്ന് ഏതെങ്കിലും ഒരു എലമെന്റ് റീഡ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ഇൻപുട്ട് ഫംഗ്ഷൻ. ഇനി നമ്മൾ ഔട്ട്പുട്ട് ഫംഗ്ഷനിൽ ചെയ്ത അതേ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ എന്തൊക്കെ പാസ് ചെയ്തു? അവിടെ കമ്പനി നെയിം TCS എന്നും പാസ് ചെയ്തു. ലൊക്കേഷൻ കാക്കനാട് നമ്മൾ പ്രോഗ്രാമിൻ്റെ അകത്ത് അസൈൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പം എനിക്ക് എന്ത് ചെയ്യണം? കൺസോളിൽ നിന്ന് എനിക്ക് കമ്പനി നെയിമും റീഡ് ചെയ്യണം. അതുപോലെ എനിക്ക് എന്ത് ചെയ്യണം? കൺസോളിൽ നിന്ന് ആ കമ്പനി വർക്ക് ചെയ്യുന്ന ലൊക്കേഷനും റീഡ് ചെയ്യണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ പ്രിന്റ് ചെയ്യണം? കമ്പനി നെയിം TCS ആണെങ്കിൽ TCS ഈസ് ലൊക്കേറ്റഡ് അറ്റ് കാക്കനാട് പ്രിന്റ് ചെയ്തു വരണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല, നമ്മൾ നേരത്തെ ചെയ്ത കാര്യം അത് വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുകയാണെങ്കിൽ ഇനി നിങ്ങൾ TCSഉം കാക്കനാടും കൺസോളിൽ നിന്ന് റീഡാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ പ്രിന്റ് ചെയ്ത് വരണം. അതെങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ കമ്പനി നെയിം ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് നമ്മൾ കൺസോളിൽ നിന്ന് റീഡ് ചെയ്യണം. സോ ഇൻപുട്ട് ഓഫ് എന്താ മെസ്സേജ്? എൻ്റർ യുവർ കമ്പനി നെയിം. നിങ്ങളുടെ കമ്പനി നെയിമാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഇവിടെ മെസ്സേജ് വരും എൻ്റെ യുവർ കമ്പനി നെയിം. കൊടുക്കുന്ന വാല്യൂ എവിടെ അസൈൻ ചെയ്യും? കമ്പനി നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്തു. പിന്നെ എനിക്ക് റീഡ് ചെയ്യേണ്ടത് ലൊക്കേഷനാണ്. ലൊക്കേഷൻ അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതെങ്ങനെ പാസ് ചെയ്യുക? സെയിം തന്നെ, ഇൻപുട്ട് ഓഫ് എൻ്റെ കമ്പനി ലൊക്കേഷൻ. രണ്ടും കൊടുത്തു. ഇനി എങ്ങനെ പ്രിന്റ് ചെയ്യേണ്ടത്? ഇപ്പൊ TCS ആണെങ്കിൽ TCS ഈസ് ലൊക്കേറ്റഡ് അറ്റ് കാക്കനാട്. എന്ത് പാസ് ചെയ്യുക? പ്രിന്റ്. ഞാൻ അത് പഠിപ്പിച്ചു. വേരിയബിൾ നെയിം ആകുമ്പോൾ ജസ്റ്റ് വേരിയബിൾ നെയിം കൊടുക്കുക, ദെൻ കോമ, പിന്നെ ഈസ് ലൊക്കേറ്റഡ് അറ്റ് പ്രിന്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഡബിൾ കോട്ടിൽ കൊടുക്കുക, ഈസ് ലൊക്കേറ്റഡ് അറ്റ്, ഡബിൾ കോട്ട് ക്ലോസ് ചെയ്തു, ദെൻ കോമ, കാക്കനാട്. എവിടെ ഉണ്ടായിരിക്കും കാക്കനാട്? നിങ്ങൾ ലൊക്കേഷനിലായിരിക്കും കാക്കനാട് ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രിന്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റും പാസ് ചെയ്തു. ഇനി റൺ ചെയ്ത പ്രോഗ്രാം. അപ്പോൾ ചോദിക്കും എൻ്റെ യുവർ കമ്പനി നെയിം. ഇവിടെ മൗസ് പോയിന്റ് വെക്കുക, അവിടെ TCS എന്ന് കൊടുക്കും. TCS എൻ്റർ. അപ്പൊ എന്താ ചോദിക്കുക? എൻ്റെ കമ്പനി ലൊക്കേഷൻ. എന്ത് കൊടുത്തിട്ട്? കമ്പനി ലൊക്കേഷൻ കാക്കനാട് പാസ് ചെയ്തു. തന്നെ എൻ്റർ. നോക്കിയപ്പോൾ ഔട്ട്പുട്ട് TCS ഈസ് ലൊക്കേറ്റഡ് അറ്റ് കാക്കനാട്. കൺസോളിൽ നിന്ന് മെസ്സേജ് റീഡ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് വിച്ച് ഫംഗ്ഷൻ? ഇൻപുട്ട് ഫംഗ്ഷൻ. നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഞാൻ നേരത്തെ ചെയ്ത പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? നെയിം വേരിയബിളിലോട്ട് അസൈൻ ചെയ്തു, ഏജ് വേരിയബിളിലോട്ട് അസൈൻ ചെയ്തു, നിങ്ങളെ ഫേവറേറ്റ് കളറും അസൈൻ ചെയ്തു. എന്നിട്ട് 3ഉം ഞാൻ പറയുന്നത് അതുപോലെ നിങ്ങൾ പ്രിന്റ് ചെയ്യിപ്പിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് ഈ 3ഉം ഇനി എവിടുന്ന് റീഡ് ചെയ്യണം? നിങ്ങൾ നെയിമും കൺസോളിൽ നിന്ന് റീഡ് ചെയ്യണം, നിങ്ങൾ ഏജും കൺസോളിൽ നിന്ന് റീഡ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കളറും കൺസോളിൽ നിന്ന് റീഡ് ചെയ്യണം. എന്നിട്ട് നേരത്തെ എങ്ങനെയാണോ പ്രിന്റ് ചെയ്ത് അതുപോലെ അത് പ്രിന്റ് ചെയ്ത് തരണം. സപ്പോസ് അതെങ്ങനെ റീഡ് ചെയ്യുക?
കൺസോളിൽ നിന്നാണ് നെയിം റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ നെയിം ഈക്വൽ ടു എന്ത് പാസ് ചെയ്യണം നിങ്ങൾ? ഇൻപുട്ട് ഓഫ്. ഇങ്ങനെ മെസ്സേജ് വരേണ്ടത് എൻ്റർ യുവർ നെയിം, എൻ്റർ യുവർ നെയിം. സെക്കൻഡ് വൺ നമുക്ക് ഏജ് ആണ് റീഡ് ചെയ്യേണ്ടത്. ഏജ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എന്ത് പാസ് ചെയ്യാം? എൻ്റർ യുവർ ഏജ്. ഇനി എന്ത് പാസ് ചെയ്യണം? ഏജ് കഴിഞ്ഞാൽ പിന്നെ കളറാണ്. അപ്പോൾ കളർ ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എന്ത് പാസ് ചെയ്തു? എൻ്റർ യുവർ ഫേവറേറ്റ് കളർ, അതും പാസ് ചെയ്തു. നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്യേണ്ട ഇനി പ്രിന്റ് ആദ്യം നെയിം വേണം. അപ്പം നെയിമിൻ്റെ അകത്തും കൊടുക്കുന്ന വാല്യൂ വരും. പിന്നെ 26. 26 എവിടെയുണ്ട്? കോമ ഏജ് എന്ന് കൊടുത്തു. പിന്നെ ഇയേഴ്സ് ഓൾഡ് എന്താണ്? പ്രിന്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇയേഴ്സ് ഓൾഡ് അതുപോലെ ലൈഫും പ്രിന്റ് ചെയ്യണം. ഡബിൾ കോട്ട് ക്ലോസ് ചെയ്തു, കോമ. ഇനി കളർ റെഡ് ആണെങ്കിൽ അത് COL കാണും. ദെൻ കോമ കളറിനും കൂടി പ്രിന്റ് ചെയ്യണം. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക. ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എൻ്റെ യുവർ നെയിം. ഞാൻ എന്ത് പാസ് ചെയ്തു? നെയിം ഇവിടെ വിനയ് എന്ന് പാസ് ചെയ്തു. ദെൻ എൻ്റർ. എൻ്റെ യുവർ ഏജ്, ഞാൻ ഏജ് ഇവിടെ 26 എന്ന് പാസ് ചെയ്തു. എൻ്റെ യുവർ ഫേവറേറ്റ് കളർ ഇവിടെ റെഡ് എന്ന് കൊടുത്തു. ദെൻ റെഡ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വർക്കാവും. എങ്ങനെ പ്രിന്റ് ചെയ്യാം? വിനയ് 26 ഇയേഴ്സ് ഓൾഡ് ലൈക്ക് ദെൻ റെഡ് കളറിന് പ്രിന്റ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഏത് ഫംഗ്ഷൻ? ഇൻപുട്ട് ഫംഗ്ഷൻ. നമ്മൾ ഔട്ട്പുട്ട് ഫംഗ്ഷനും പറഞ്ഞു, അതുപോലെ ഇൻപുട്ട് ഫംഗ്ഷനും എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വേരിയബിൾസ് അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം സ്വാപ്പ് 2 numbers. 2 നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? സ്വാപ്പിംഗ് ചെയ്യണം. സ്വാപ്പിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നോക്കാം. ഞാൻ നമ്പർ 1 എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തു. അതുപോലെ നമ്പർ 2 എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ 20 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും പ്രിന്റ് ചെയ്തു. നമുക്കറിയാം എങ്ങനെ പ്രിന്റ് ചെയ്യാം? പ്രിന്റ് നമ്പർ 1 ഈക്വൽ ടു എന്തുകൊടുത്തു? നമ്പർ 1 വാല്യൂ ഇവിടെ പാസ് ചെയ്തു. then print number 2 is equal to then comma number 2. റൺ ചെയ്യുമ്പോൾ എന്താ വരികയുണ്ടോ? നമ്പർ 1 ഈക്വൽ ടു 10 പ്രിന്റ് ചെയ്തു, നമ്പർ 2 ഈക്വൽ ടു 20 പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ട പ്രോഗ്രാം ഈ 2 നമ്പറിനെ സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യാൻ മീൻസ് ഇപ്പൊ നമ്പർ 1 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്, നമ്പർ 2 20 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. എനിക്ക് എന്താ വരേണ്ടത്? സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ 1 20 എന്ന് പറയുന്ന ഒരു വാല്യൂ പ്രിന്റ് ചെയ്യണം, അതുപോലെ നമ്പർ 2 10 എന്ന് പറയുന്ന ഒരു വാല്യൂ പ്രിന്റ് ചെയ്യണം. അവിടെ എന്ത് കൊടുത്തു മനസ്സിലാക്കാൻ? പ്രിന്റ് ബിഫോർ സ്വാപ്പിംഗ്. സ്വാപ്പിംഗ് തൊട്ട് മുന്നേ ഇതെങ്ങനെയാണ്? ബിഫോർ സ്വാപ്പിംഗ്. സ്വാപ്പിംഗ് തൊട്ട് മുന്നേ എന്താണ്? നമ്പർ 1 10 ആണ്, നമ്പർ 2 20 ആണ്. ഇനി ആഫ്റ്റർ സ്വാപ്പിംഗ് പ്രിന്റ് ചെയ്തിട്ട് നമ്പർ 1 20 എന്ന് പറയുന്ന ഒരു വാല്യൂ വരണം, നമ്പർ 2 10 എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടി അസൈൻ ചെയ്യണം. അസൈൻ ചെയ്യാൻ മീൻസ് അതുപോലെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് വരണം. ജസ്റ്റ് ഒരു അസൈൻമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളെ ലോജിക്കാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുക. ഹിന്റ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കൊരു മൂന്നാമതൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യാം. അതാണ് എൻ്റെ ഹിന്റ്. അപ്പോൾ ആലോചിച്ച് നോക്കുക ഈ പ്രോഗ്രാംസ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം വാട്ട് ഈസ് ഇൻപുട്ട് ഫംഗ്ഷൻ. സോ ഫൈൻ, ബാക്കി നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം എന്താണ് ഇൻപുട്ട് ഫംഗ്ഷൻ, അതിന് സിൻടാക്സ് എന്താണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വെച്ചുള്ള പ്രോഗ്രാംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ
കമൻറ്റിൽ ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് അവൈലബിൾ ആണ്. നിങ്ങൾ മാക്സിമം പ്രോഗ്രാംസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.